അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടത്തിയ ക്യാമ്പ് പോക്സോ കോടതി ജഡ്ജി ജി മഹേഷ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷനും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടത്തിയ ക്യാമ്പ് പോക്സോ കോടതി ജഡ്ജ് ജി മഹേഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരായി. ഇത് കാണിക്കുന്നത് തന്നെ നമ്മൾ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളതാണ്. നമുക്ക് അത്രയും ഭീകരമായ ഒരു അവസ്ഥ കടന്നു പോകുന്നതുകൊണ്ടാണ് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നത്. ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്തും ഒരിക്കൽ പോലും നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ ഉൾപ്പെടെ ഞാൻ ഒന്നാം പ്രതി സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനും എടുത്തിട്ടുണ്ട്. എന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ എന്റെ ഭാര്യ ഒരു ബാങ്ക് മാനേജർ ആയതുകൊണ്ട് തന്നെ കുടുംബത്തിന് മൊത്തത്തിൽ വേണമെന്ന് പറഞ്ഞ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോഴും സ്വന്തം ശരീരത്തിലെ ആരോഗ്യം എങ്ങനെ നിലനിർത്താമെന്നതിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് കുറവാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആരോഗ്യം പരിപാലിക്കണം എന്ന് പറയുമ്പോൾ അതിന് ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് തിരിച്ചറിവുകയാണ്. അതിന്റെ ആദ്യ ചുവടുകളാണ് ഈ രക്തപരിശോധന, അതുപോലെ മറ്റ് പ്രാഥമിക ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ കാണുന്ന ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പരിശോധനകളിലേക്ക് വരിക. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണ്, തൈറോയ്ഡ്, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ എന്നിവയാണ് സൗജന്യ പരിശോധന നടത്തിയത്. അഭിഭാഷക ക്ലർക്കുമാർ, കോടതി ജീവനക്കാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. സെക്രട്ടറി AK ശ്രീകാന്ത്, ഡോക്ടർ ജെയിൻ ജോർജ്, ഡോക്ടർ ഡാനിയ ആൻ ജോസഫ്, എബിൻ ജോസ്, ടിൻഡോ സാബു, അഡ്വക്കേറ്റ് ജിജി VP എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് ബാവയുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.